മൈൻഡ്സൈ കൺസൾട്ടൻസി ഇന്റർനാഷണലിൽ നിന്ന് പോൾ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് ടെൻഷൻ എന്ന വാക്ക് മാറുകയാണ്. അതിന്റെ കാരണം ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടെൻഷനാണ്. വളരെയധികം ടെൻഷനാണ്. എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇപ്രകാരം ഒത്തിരിയധികം ടെൻഷൻസ് ഉണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾക്ക് പോലും ടെൻഷനാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും ടെൻഷനാണ്. നഴ്സറി പോകുന്ന കുട്ടികൾക്ക് വളരെയധികം ടെൻഷനാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ടെൻഷൻ ആകുന്നത്? അല്ലെങ്കിൽ അവർ വാക്ക് ഉപയോഗിക്കുന്നത് പോലും ടെൻഷനാണ് എന്ന് അവർ പറയാനുള്ള കാരണം എന്താണെന്നൊക്കെ നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടത് അനിവാര്യമാകുകയാണ്. കാരണം ഈ ടെൻഷൻ മൂലം ഉണ്ടാകുന്ന ഒത്തിരിയധികം പ്രയാസങ്ങളുണ്ട് നമ്മൾക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് ഈ ബോധ മനസ്സും ഉപബോധ മനസ്സും അബോധ മനസ്സും തമ്മിൽ ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കണ്ടിരുന്നു, മനസ്സിനെ ബാധിക്കുന്നത് ശരീരത്തെയും ശരീരത്തെ ബാധിക്കുന്നത് മനസ്സിനെയും ബാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മനസ്സിൽ കടന്നു വരുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ബാധിക്കുന്നത് ശരീരത്തെയാണ്. അപ്പൊ ശരീരത്തെ അത് ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തിരിച്ച് മനസ്സിനെയും ബാധിക്കും. നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, ഒരു ഗവൺമെന്റിന്റെ സക്സസ് എന്ന് പറയുന്നത്, വിജയം എന്ന് പറയുന്നത് എത്രമാത്രം ആൾക്കാർ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ, അതേപോലെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാർ എത്രമാത്രമായിട്ട് നല്ല മാനസിക ആരോഗ്യമുണ്ടോ അതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം എന്ത് ചെയ്തെങ്കിലും മനസ്സ് ഒരു സമാധാനമില്ല എങ്കിൽ എന്ത് കിട്ടിയിട്ടും എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. നമ്മളിങ്ങനെ പറയാറുണ്ട്, സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമുണ്ട്. അത് 2 വട്ടം ആലോചിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാക്കപ്പെടുകയാണ്. സമാധാനം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ നൽകപ്പെട്ടാലും ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും മുതിർന്നവർ പറയാറുണ്ട്, സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നത്? ഇന്ന് പല ആൾക്കാരും എന്നെ ട്രെയിനിങ്ങിനൊക്കെ വേണ്ടി വിളിക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ച് ഇപ്രകാരം ചോദിക്കാറുണ്ട്, സത്യത്തിൽ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യണമോ? നമ്മൾ സത്യത്തിൽ മാനേജ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നമ്മുടെ ആരോഗ്യം നമ്മൾ മാനേജ് ചെയ്യണം, നമ്മുടെ ധനം നമ്മൾ മാനേജ് ചെയ്യണം, നമ്മുടെ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന മേഖലകൾ. അതല്ലെങ്കിൽ ഏറ്റവും അധികം മാനേജ് ചെയ്യപ്പെടേണ്ട വിഷയമല്ല നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം എന്ന് പറയുന്നത്. അപ്പൊ സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. സത്യത്തിൽ സ്ട്രെസ് ഉണ്ടാകുന്ന കാരണങ്ങളെ കണ്ടെത്തിയിട്ട് അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുവാനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ സ്ട്രെസ് ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിൽ ആത്മബന്ധം ഇല്ലാത്തതാണ് കാരണം. എന്തുകൊണ്ടാണ് ബോധ മനസ്സും ഈ അബോധ മനസ്സും തമ്മിൽ ആത്മബന്ധം ഇല്ലാത്തതിന്റെ കാരണം എന്താണ്? അത് വളരെ വ്യക്തമായിട്ട് ഒത്തിരിയധികം പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് ഇങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് അതിനെ കണ്ടെത്താമെന്ന് ഞാൻ കരുതുകയാണ്. നമുക്ക് ഈ കപ്പലിനെ നിയന്ത്രിക്കുന്നത് കപ്പിത്താനാണോ അതോ ക്രൂ ആണോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ ഞാൻ ക്ലാസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കപ്പലിനെ നിയന്ത്രിക്കുന്നത് കപ്പിത്താനാണോ ക്രൂ ആണോ? ക്രൂ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സത്യത്തിൽ കപ്പലിലുള്ള മറ്റ് ഉപജീവന അല്ലെങ്കിൽ ജോലികൾ ചെയ്യുന്നതാണ്, മറ്റു തൊഴിലാളികളാണ്, മറ്റ് എംപ്ലോയീസ് ആണ്. കപ്പിത്താൻ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ക്യാപ്റ്റൻ ആണ്. അതേപോലെ തന്നെ ആ കപ്പലിൽ തന്നെ മറ്റനേകം ആൾക്കാരുണ്ട് ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ബസ്, ആ ബസ്സിന്റെ ഡ്രൈവർ, അതോടൊപ്പം തന്നെ നമുക്കറിയാം കണ്ടക്ടർ ഉണ്ട്. ചില ബസ്സുകളിലാണ് ഒന്നിലധികം കണ്ടക്ടർമാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതേപോലെ ക്ലീനർ ഉണ്ട്. അപ്പം ഈ കിളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആള്, മണി അടിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, അവരെല്ലാം ക്രൂ ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആണെങ്കിൽ ഫ്ലൈറ്റിലാണെങ്കിൽ ഈ ഫ്ലൈറ്റിനെ നിയന്ത്രിക്കുന്ന 2 ക്യാപ്റ്റന്മാരും അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ അവരുടെ കൂടെ തന്നെ മറ്റ് ചില സ്റ്റുവാർഡ്സ് അല്ലെങ്കിൽ അതില് മറ്റു ജോലിക്കാരുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് കപ്പലിലും കപ്പിത്താനും ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റു ജോലിക്കാരും ഉണ്ട്. അപ്പം ഈ കപ്പലിനെ നിയന്ത്രിക്കുന്നത് കപ്പിത്താനാണോ അതോ ക്രൂ ആണോ എന്ന് ചോദിക്കുമ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും നൽകുന്ന ഒരു ഒറ്റ ഉത്തരം കപ്പിത്താനാണ് എന്നാണ്. എന്നാൽ രണ്ടാമത് ഒരു വട്ടം കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ സത്യത്തിൽ കപ്പലിനെ നിയന്ത്രിക്കുന്നത് കപ്പിത്താൻ അല്ല, മറിച്ച് ക്രൂ ആണ്. കപ്പിത്താൻ ഓർഡർ നൽകുന്നുണ്ട്, നിർദ്ദേശം നൽകുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക.
കപ്പിത്താൻ നൽകുന്ന ഓർഡർ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ, ഈ ക്യാപ്റ്റന് നൽകുന്ന നിർദ്ദേശം ഈ ക്രൂ അത് അതേപോലെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, അവരതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കുക? എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ അവർ തമ്മിൽ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ മ്യൂട്ടിനി ഉണ്ടെങ്കിൽ, ലഹളയാണെങ്കിൽ, കപ്പിത്താനും ക്രൂവും തമ്മിൽ ലഹളയിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ആത്മബന്ധം ഇല്ല എങ്കിൽ, ഈ കപ്പിത്താൻ പറയുന്നത് അതേപോലെ ക്രൂ ചെയ്യാനായിട്ട് വില്ലിങ് ആവുകയല്ല, അവർ സമ്മതിക്കുകയല്ല. അങ്ങനെ വരുമ്പോൾ ഈ കപ്പിത്താൻ ആഗ്രഹിക്കുന്നത് പോലെ കപ്പലിനെ നിയന്ത്രിക്കാനോ കൊണ്ടുപോകാനോ സാധിക്കുകയില്ല. അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശം അതേപോലെ തന്നെ നടത്തപ്പെടണമെങ്കിൽ ആ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സഹായം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് നമ്മൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, മനസ്സ് എന്ന് പറയുന്നതിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സത്യത്തിൽ ബോധ മനസ്സും, എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ മനസ്സിന്റെ ഉപബോധ മനസ്സും അബോധ മനസ്സും. വളരെ വിശേഷിയാൽ അബോധ മനസ്സിനെ നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഈ അബോധ മനസ്സും ബോധ മനസ്സും തമ്മിൽ നല്ല ആത്മബന്ധത്തിൽ അല്ല എങ്കിൽ ഈ ബോധ മനസ്സ് പറയുന്നത് ഒരിക്കലും അബോധ മനസ്സ് സ്വീകരിക്കില്ല. അപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം, മെന്റൽ ക്ലോക്ക് എന്നൊക്കെ പറയാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിൽ നമുക്ക് സമയം കൊടുത്തു കഴിഞ്ഞാൽ, അതായത് രാവിലെ എനിക്ക് 5 മണിക്ക് വെളുപ്പിനെ എഴുന്നേൽക്കണം, അത് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം. ഈ നിർദ്ദേശം ബോധ മനസ്സിൽ നിന്ന് അബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുകയും അതേസമയം തന്നെ അബോധ മനസ്സ് ഒരു കാരണവശാലും ഇവർ തമ്മിൽ റാപ്പോയിലല്ല എങ്കിൽ ഈ ബോധ മനസ്സ് പറയുന്നത് അബോധ മനസ്സ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. അബോധ മനസ്സ് എന്തായിരിക്കും ചെയ്യുക? അബോധ മനസ്സ് ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ എൻ്റെ ലീഡർ ആയിട്ടുള്ള ബോധ മനസ്സ് പലപ്പോഴും ചെയ്യുന്നതും പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ബോധ മനസ്സ് പറയുന്ന അബോധ മനസ്സ് ശ്രവിക്കാൻ സാധ്യത വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിലുള്ള നല്ല ഡീപ്പസ്റ്റ് ആയിട്ടുള്ള, വളരെ അഗാധത്തിലുള്ള ഒരു ആത്മബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ഈ ആത്മബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രൊസീജിയേഴ്സ് ഉണ്ട്, ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ബോധ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് പഠിക്കുക എന്നതാണ്. നമുക്കറിയാം, ബോധ മനസ്സിനെ അത്ര എളുപ്പത്തിൽ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുമോ? വലിയ ഒരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ ബോധ മനസ്സിനെ വിളിക്കുന്നത്, ഈ ബോധ മനസ്സിനെ നമ്മൾ വിളിക്കുന്ന മങ്കി മൈൻഡ് എന്നുകൂടി വിളിക്കാറുണ്ട്. എന്താണ് മങ്കിയുടെ പ്രത്യേകത? മങ്കി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും, ഒരു കാര്യത്തിന് ശ്രദ്ധാലുവായിരിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ മൈൻഡിനെ വിളിക്കുന്നത് മങ്കി മൈൻഡ് എന്ന്, അതായത് വാണ്ടറിങ് മൈൻഡ്, അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ബോധ മനസ്സിന്റെ ഒരു പ്രത്യേകത അതാണ്, ഇത് എപ്പോഴും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ ബോധ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ ബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്നത് ഏത് മാർഗത്തിലൂടെയാണ്? നമുക്കറിയാം, 5 ഇന്ദ്രിയങ്ങളിലൂടെ മാത്രമേ നമ്മളിലേക്ക് ഏതെങ്കിലുമുള്ള ഇൻപുട്സ് അല്ലെങ്കിൽ അറിവ് കടന്നു വരുന്നുള്ളൂ. ഈ 5 ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് വളരെ സാങ്കേതികമായിട്ടുള്ള ഒരു പഠനത്തിലൂടെ, ടെക്നിക്കിലൂടെ, ട്രെയിനിങ്ങിലൂടെ, പരിശീലനത്തിലൂടെ നമുക്ക് അഭ്യസിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ കാണുന്നതിലൂടെ എന്നിലേക്ക് ഇൻഫർമേഷൻസ് കടന്നു വരുന്നുണ്ട്, കേൾക്കുന്നതിലൂടെ കടന്നു വരുന്നുണ്ട്, സ്പർശനത്തിലൂടെയും എൻ്റെ വൈകാരിക മേഖലകളിലൂടെയും എന്നിലേക്ക് ഇൻഫർമേഷൻസ് കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ടേസ്റ്റിലൂടെയും സ്മെല്ലിലൂടെയും എന്നിലേക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അറിവിന്റെ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്, അറിവ് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ 5നെ നിയന്ത്രിക്കാനായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ബോധ മനസ്സിനെ അല്ലെങ്കിൽ വാണ്ടറിങ് മൈൻഡ് ആയിട്ടുള്ള ബോധ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. അത് പരിശീലനത്തിലൂടെ തന്നെ ക്ലാസ്സുകളിൽ നിങ്ങൾ വരുമ്പോൾ തരുന്നതാണ്. എങ്ങനെയാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്, ടെക്നിക്കുകൾ എന്താണ്, എങ്ങനെയാണ് ബോധ മനസ്സിനെ കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ടെക്നിക്കുകൾ വളരെ ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് ക്ലാസ്സിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതാണ് ഈ ക്ലാസ്സിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്, അതാണ് മൈൻഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് NLP, അതല്ലെങ്കിൽ TA, ഗസ്റ്റാൾട്ട്, അതേപോലെയുള്ള എല്ലാ പരിശീലനങ്ങളിൽ തന്നെ ചെറിയൊരു ടോപ്പിക് ഈ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഈ അബോധ മനസ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അബോധ മനസ്സിലേക്ക് എന്ത് നൽകപ്പെട്ടാലും അത് അതേപോലെ തന്നെ സ്വീകരിക്കുകയാണ്. അതാണ് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ കണ്ടതാണ്. കോൺഷ്യസ് മൈൻഡിന് മാത്രമേ ഇതിനെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, റിജക്ട് ചെയ്യാനും ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുള്ളൂ. എന്നാൽ അബോധ മനസ്സിന് കിട്ടുന്നതെല്ലാം അതേപോലെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിൽ നല്ല ആത്മബന്ധം ഉണ്ടാകണമെങ്കിൽ ഈ ബോധ മനസ്സ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബോധ മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ് ആദ്യത്തെ ഭാഗം. ഞാൻ പറഞ്ഞതുപോലെ അതൊരു പരിശീലനത്തിലൂടെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
അതേപോലെ തന്നെയാണ് ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം ആമുഖമായിട്ട് ഞാനൊന്ന് പങ്കുവെക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മളുടെ ജങ്ക് ഫുഡ്സ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ അതിനെ വല്ലാതെ സ്വാധീനിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നിരന്തരമായിട്ടും എല്ലാവരുടെയും ഒരു ചോദ്യം ആണ്, ഞാൻ ഈ പറയാൻ പോകുന്ന ചോദ്യത്തിന് മറു ചോദ്യം വരുന്നുണ്ട്. അത് ഇതാണ്: 40 വയസ്സ്, ഏകദേശം അറൌണ്ട് 40s, അതായത് 40 വയസ്സ് എത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് കഴിയുന്ന ആൾ നിർബന്ധമായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് 8 മണിക്കൂർ നിർബന്ധപൂർവ്വം ഉറങ്ങേണ്ടതുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ എന്നെ ശ്രമിക്കുന്ന നിങ്ങളടക്കം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്: അങ്ങനെയാണ് എങ്കിൽ വളരെയധികം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒത്തിരിയധികം ആൾക്കാരുടെ പേരുകൾ പറഞ്ഞിട്ട് നിങ്ങൾ പറയാറുണ്ട്, ഇന്ന വ്യക്തികൾ, ഞാൻ അവരുടെ പേര് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ചില ആൾക്കാർ പറയാറുണ്ട് ഇന്നയാള് അല്ലെങ്കിൽ ഇന്നയാള്, ആ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ 3 മണിക്കൂറും 4 മണിക്കൂറും മാത്രമല്ലേ ഉറങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അതിനുള്ള മറുപടി എന്ന് പറയാൻ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം അന്വേഷിക്കുക. നാട്ടുകാരുടെ കാര്യവും മറ്റുള്ളവരുടെ കാര്യവും അന്വേഷിക്കുന്നത് നിർത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. സ്വന്തം കാര്യം അന്വേഷിക്കുക. 8 മണിക്കൂർ ഉറങ്ങേണ്ടതിന്റെ കാര്യത്തെ പറ്റി വളരെ ഗൗരവമായിട്ട് മെഡിക്കൽ സയൻസ് പോലും ഇന്നത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 8 മണിക്കൂർ ഉറങ്ങുക. അതേപോലെ തന്നെയാണ് എഗനിസ്റ്റ് എത്തിക്സ് ആൻഡ് ഇക്കോളജിക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മറ്റ് ക്ലാസ്സുകളിലൂടെ നമുക്ക് അത് കണ്ടെത്താവുന്നതാണ്, വിശകലനം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മറ്റ് ഏതെങ്കിലും എപ്പിസോഡുകളിൽ ഞാനത് പങ്കുവയ്ക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കള്ളം പറയാതിരിക്കുക. കാരണം കള്ളം പറയുന്ന സമയത്ത് ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിൽ വലിയ ശക്തമായിട്ടുള്ള ഡിസ്പ്യൂട്ട് നടക്കാറുണ്ട്. അപ്പം അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഈ കള്ളം പറയുന്ന സമയത്ത് ഈ നമ്മുടെ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാര്യങ്ങൾ നേരെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ വളച്ചൊടിച്ച് പറയുമ്പോഴും നുണ പറയുമ്പോഴും നമ്മുടെ ബ്രെയിൻ അതനുസരിച്ച് തന്നെ മറ്റൊരു വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തിരിക്കുന്നതും നമ്മൾ വർക്ക് ചെയ്യുന്നതും. മൈൻഡ് ബോഡി കണക്ഷനിലുള്ള എൻ്റെ ഒരു പരിശീലനം അല്ലെങ്കിൽ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബോധ മനസ്സും അബോധ മനസ്സും തമ്മിലുള്ള ആത്മബന്ധമാണ്. അതേപോലെ തന്നെ ഞാൻ ഈ പ്രകൃതി വിരുദ്ധമായി എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് ഒക്കെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ളതാണ്. അത് മനസ്സ് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഈ നമ്മൾ പുക വലിക്കുന്ന സമയത്ത് ഈ നമ്മൾ അറിയാതെ തന്നെ ചുമയ്ക്ക് ചില പ്രയാസങ്ങൾ അവിടെ കാണപ്പെടുന്നുണ്ട്. അത് പല പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോഴും നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ അബോധ മനസ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കോൺഷ്യസ് മൈൻഡ് പല പ്രാവശ്യം ഒരേ കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഈ അബോധ മനസ്സ് കരുതുന്നത് എൻ്റെ മാസ്റ്റർ, അതായത് എൻ്റെ ബോധ മനസ്സിന് ഇത് ആവശ്യമുണ്ട് എന്ന് കരുതി അതിനെ ജനറലൈസ് ചെയ്ത് കളയുന്നതാണ്. അത് നല്ലതായതുകൊണ്ട് സ്വീകരിക്കുന്നതല്ല, മറിച്ച് എൻ്റെ മാസ്റ്റർക്ക് ഇത് വേണമെന്ന് കരുതി അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം ഇറ്റ്സ് ആൻ ഒബീഡിയൻറ്റ് സെർവന്റ്, ദാറ്റ്സ് ഓൾ. അതേസമയം തന്നെ അത് അപകടമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബോധ മനസ്സിൽ തന്നെ നിന്നുകൊണ്ട് അബോധ മനസ്സിനോട് ആസ് ഇഫ് യു ആർ സ്പീക്കിംഗ് ടു ആൻ ഇൻഡിവിജ്വൽ നിങ്ങളുടെ അബോധ മനസ്സിനോട് സംസാരിച്ചു തുടങ്ങുക. താങ്ക് യു സോ മച്ച് മൈ അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുക. വീണ്ടും തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൂടെയും അതേപോലെ ഏതെങ്കിലും ഇതേപോലെ വരുന്ന എപ്പിസോഡുകളിലൂടെയും ഒക്കെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാമെന്ന് കരുതുകയാണ്. ഇതേപറ്റി കൂടുതൽ അറിയാനും പഠിക്കുവാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ആ മേൽവിലാസങ്ങളിലോ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇമെയിലിലോ ഫോണിലോ ഒക്കെ ബന്ധപ്പെടുക. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു.